വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് നല്ലൊരു പോർക്ക് വിന്താലുവാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ 1 കിലോ പോർക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫാറ്റുള്ള പോർക്കാണ് വിന്താലു ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ. പിന്നെ വേണ്ടത് 2 വലിയ സവോള, പിന്നെ ഒരു 10-20 വെളുത്തുള്ളി അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാർ ഇങ്ങനെ എടുത്തിട്ട് 15 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള പച്ചമുളക്, അതുകൊണ്ടാണ് 15 എണ്ണം എടുത്തത്. മറ്റേ കാശ്മീരി ചില്ലി ആണെങ്കിൽ നമുക്ക് 20 മുളകോളം എടുക്കാവേ. ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഞാൻ. 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം. പെരുംജീരകമല്ല കേട്ടോ, നമ്മൾ ഈ തോരൻ അരക്കത്തില്ലേ ആ ജീരകമാണ്. പിന്നെ നമ്മളൊരു 2-3 പീസ് കറുവപ്പട്ട ഇടണേ, ഏലക്ക 3 എണ്ണേ, പിന്നെ ഒരു ഗ്രാമ്പൂ, ഒരു 4-5 ഗ്രാമ്പൂവും കൂടെ വേണേ. ഇത് നല്ലപോലെ നമുക്കൊന്ന് ആദ്യം ഒന്ന് പൊടിക്കും. ഞാൻ പൊടിച്ചിട്ട് വിനീഗർ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഞാൻ അരച്ചെടുക്കും. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ കിട്ടുവേ. ആദ്യം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ, ചെറിയ കപ്പിന് ഒരു 1/2 കപ്പ് വിനീഗറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കണേ. ഇവിടെ ഞാനിതെല്ലാം നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. ഇനി നമുക്കിത് ഈ പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വിന്താലു ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു നല്ല ഫാറ്റുള്ള പോർക്കാണ് നല്ലത് കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. അതിൻ്റെ മീറ്റ് മാത്രമാകുമ്പോൾ നമുക്ക് അത്രയും ടേസ്റ്റ് വരത്തില്ല. ഇതിനകത്ത് ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് അത് ഫുള്ളിങ് എടുക്കണേ. ഇപ്പം നമുക്ക് ഇങ്ങനെ മാത്രം ചെയ്തിട്ട് പോർക്ക് നന്നായിട്ട് ഇതിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണേ. മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഓവർനൈറ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അടച്ചങ്ങ് വെച്ചേക്കണേ. അപ്പോഴത്തേന് ഈ മീറ്റിലൊക്കെ ഈ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും. കാശ്മീരി ചില്ലിയുടെ ആ ഒരു വറ്റൽമുളക് കിട്ടുന്നെങ്കിൽ നല്ല കളറായിരിക്കും. നമുക്ക് കളറിന് ഒരു സ്വല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാവേ. ആദ്യം ഇത് ഇങ്ങനെ ഇരുന്നൊന്ന് ഈ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കട്ടെ. ഇത് നമുക്ക് അടച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. നമ്മൾ ആ മസാലയൊക്കെ പോർക്കിനകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ സെപ്പറേറ്റാണ് ഞാനത് ചതച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു കറിക്ക് ഒരു കളർ കിട്ടണമല്ലോ, അതിനൊരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് ഇതും കൂടെ ആ ഒരു പോർക്കിനകത്ത് പുരട്ടി വെക്കാവേ. നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ കാശ്മീരി ചില്ലിയുടെ പൗഡറും കൂടെ കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ആ പോർക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ വിന്താലുവിനുണ്ടല്ലോ വെളുത്തുള്ളിയുടെയും വിനീഗറിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി ഇച്ചിരി ഒരു 10-20 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് അരയ്ക്കുമ്പോൾ ശരിക്കും അരഞ്ഞു വരുന്നില്ലെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട് പൊടിച്ചിട്ട് ഇത് രണ്ടാമത് ചെയ്യുന്നത് കേട്ടോ. ഇത് ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലർ ഇത് ഒന്നിച്ചിട്ടാണ് അരയ്ക്കുന്നത്, അങ്ങനെയാണേലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കളറൊക്കെ ശരിക്കും വരുന്നത് അല്ലേ. ആ ഒരു റെഡ് കളർ വരണമെങ്കിൽ മറ്റേ വറ്റൽമുളക് ഇടുമ്പോൾ അത്ര കളർ ശരിക്കും അങ്ങോട്ട് വരത്തില്ല. ഇനി നമുക്കിത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാവേ. നമ്മളൊരു കടായി ഇവിടെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ, ഒരുപാട് വേണ്ട. കാരണം നമുക്ക് ഈ പോർക്കിനകത്ത് നന്നായിട്ട് ഫാറ്റ് ഉണ്ട്. ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കണേ. ഞാൻ ആ ഒരു സവോള നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണേ. എന്നിട്ട് വേണം നമുക്കിതിനകത്തോട്ട് പോർക്ക് ചേർത്ത് കുക്ക് ചെയ്തെടുക്കാൻ. നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുക്കറിനകത്തൊക്കെ ഇത് ചെയ്തെടുക്കാം. അതാകുമ്പോൾ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുവേ. അതേസമയം ഇതിനകത്ത് തന്നെ ഇട്ട് സ്ലോ കുക്കിംഗ് ചെയ്തെടുക്കാമെങ്കിലുണ്ടല്ലോ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് സമയം ഉണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെ ചെയ്യാവുള്ളേ. ആ ഒരു സിമ്മിലൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു 1 അവർ ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സമയമുള്ളവർ അങ്ങനെ ചെയ്യണം. ഇത് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കട്ടെ. നമ്മളിവിടെ സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 8 മിനിറ്റ് എടുത്താണ് ഇത് വഴറ്റിയേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാവേ, എന്നിട്ട് പോർക്ക് ചേർക്കാം. നമ്മൾ പോർക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴേ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ സമയം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് എപ്പോഴും ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നോക്കിയിട്ടും വേണമെങ്കിൽ നമുക്ക് അന്നേരം ആഡ് ചെയ്യാവേ. നമ്മുടെ പോർക്ക് ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂറായേ. ഇനി ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഈ സമയം ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെക്കണേ. കൂട്ടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത്
നമ്മളിതിവിടെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇത് ഈ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാവേ. ഇത് മീറ്റിന്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും ഇതിന്റെ വേവ് കേട്ടോ. നമുക്കിതിലേക്ക് ഇതിന്റെ ഫുള്ള് വെള്ളം മസാല എല്ലാം ഇതിനകത്തുണ്ടല്ലോ, ആ ബൗളിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം ആ മിക്സിയുടെ അരപ്പുണ്ടാക്കിയില്ലേ, ആ മിക്സിയുടെ ജാറിലും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഈ ബൗളിലും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് അതെല്ലാം ആ അരപ്പെല്ലാം ഇതിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഈ പോർക്കിന്റെ വേവെന്ന് പറഞ്ഞാൽ അതിന്റെ മീറ്റിനെ അനുസരിച്ചിരിക്കുവേ. ചിലത് പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് വേവും, ചിലതാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ എടുക്കുവേ. നമ്മൾ ഒരു സ്ലോ കുക്കിംഗ് എടുത്ത് ചെയ്താൽ മതി, ഒരു സിമ്മിലിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ പിന്നെ നന്നായിട്ട് അത് വെന്ത് കിട്ടുകയും ചെയ്യും, നന്നായിട്ട് അതിന്റെ മസാലയൊക്കെ പിടിച്ച് നല്ല പോലെ അത് കുക്കായി കിട്ടും. സ്ലോ കുക്കിംഗ് ആണെങ്കിൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ കുറച്ച് വെക്കാവേ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിക്കാവേ. 1 മണിക്കൂർ ചിലപ്പോൾ 1.5 മണിക്കൂർ എടുക്കും കേട്ടോ. കാരണം നമ്മൾ കുക്കറിൽ വെച്ച് ഇത് വേവിച്ചെടുക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിനി 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മൾ ഈ പോർക്ക് ഇവിടെ വേവാൻ വെച്ചിട്ട് ഒരു 1 മണിക്കൂറായിട്ടുണ്ടേ. തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനിത് ഇളക്കിയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അല്ലാതെ ഇളക്കി കൊടുക്കാതെ 1 മണിക്കൂർ കഴിയുമ്പോൾ അല്ല നോക്കേണ്ടത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. നമ്മൾ ഇതിനകത്ത് ഒരു 1/2 കപ്പ് വിനിഗർ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം കുറച്ചൊരു പുളി കാണും, കാരണം ഇതിനകത്ത് കുറച്ച് വിനിഗറിന് അത്യാവശ്യമാണ്. വിനിഗറിന്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റും ഒക്കെ വേണ്ടതാണ്. അപ്പൊ ആ ഒരു പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും കേട്ടോ. പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. അപ്പൊ ആ ഒരു വിനിഗറിന്റെ ആ ഒരു പുളിയും ഇതും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനാണ് നമ്മൾ ശർക്കരയും മധുരം ഇടുന്നത്. ഷുഗറോ ശർക്കരയാണേലും മതി കേട്ടോ. ഇനി നമുക്കൊരു 10-15 മിനിറ്റും കൂടെ വെച്ചേക്കണേ. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണേ. ഇത് ഒരുമാതിരി വെന്തിട്ടുണ്ട്, ഇനി ഒരു സ്വല്പം കൂടെ ഒന്ന് വെന്താൽ മതി. ചില പോർക്കൊക്കെ പിന്നെ വെന്ത് കിട്ടാൻ ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും. ഇത് നന്നായിട്ട് വേഗണം കേട്ടോ, വേഗാതെ എടുക്കരുത്. നമ്മളിങ്ങനെ ഒന്ന് കുത്തി കൊടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ വെന്തിട്ടുണ്ട്, എന്നാലും ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ കിടന്ന് ഒന്നും കൂടെ ഞാനൊന്ന് വേവിക്കുവേ. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചെടുക്കും. നമ്മൾ ഇതിവിടെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയേ. നമുക്കിനി തുറന്ന് നോക്കാം. കണ്ടോ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു അതിൻ്റെ തന്നെ ആ ഒരു ഫാറ്റൊക്കെ അങ്ങോട്ട് ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വേവുന്ന കാര്യം ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക. ഓരോ മീറ്റിന്റെ അനുസരിച്ചാണ് നമ്മൾ വേവ് നോക്കേണ്ടത് കേട്ടോ. ഇത് വെന്ത് കിട്ടുക എന്നുള്ളതാണ്. ചില മീറ്റ് കുറച്ച് വേവ് കൂടുതല, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുത്താൽ മതിയെ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പോർക്ക് വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെയും കൂടെ പോവും, അപ്പം ചപ്പാത്തി പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ പോവും. ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ട് ഞാൻ കാണിക്കാവേ. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പോർക്ക് വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗോവൻ ഡിഷാണ്. ഇതിനകത്ത് ആ ഒരു വെളുത്തുള്ളിയുടെയും വിനിഗറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള രുചികളിൽ ഫുഡ് കഴിക്കണേ. അപ്പോൾ പിന്നെ ഫുഡ് മടുക്കത്തില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ അത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്